ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് പിള്ളേർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ബർഗർ. അതാണ് ഇന്നിവിടെ റെഡിയാക്കുന്നത്. അതിനായിട്ട് ക്യാരറ്റ്, ക്യാപ്സിക്കം, ക്യാബേജ് ഇതെല്ലാം കൂടി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നു. മല്ലിയില, പിന്നെ നമ്മൾ ബണ്ണ്, മുട്ട ഇതെല്ലാമാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. അത്ര സാധനങ്ങളാണ് നമ്മൾ അതിനാവശ്യമായി വരുന്നത്. നമുക്ക് കുക്കറിൽ മയോണീസ് ഉണ്ടാക്കാൻ വേണ്ടി മുട്ട പുഴുങ്ങിയെടുക്കുക. അതിന് ശേഷം ക്യാബേജിൻ്റെ ലീഫ് ഈ രീതിയിൽ വാട്ടിയെടുക്കുക ചെറുതായിട്ട്. പിന്നെ നമ്മളെല്ലാ പച്ചക്കറികളും കൂടി ഈ രീതിയിൽ ചെറുതായി അരിഞ്ഞത് നമുക്കൊന്ന് ചെറുതായിട്ട് വാട്ടിയെടുക്കുക. വേഗണ്ട, ഒന്ന് ചെറുതായിട്ട് വാടിയാൽ മതി. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായ മയോണീസ് റെഡിയാക്കി എടുക്കാം. മുട്ട ഈ രീതിയിൽ അരിഞ്ഞിട്ട് കൊടുക്കുക. അതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പ്, പഞ്ചസാര, പിന്നെ തിളപ്പിച്ചാറിയ കുറച്ച് വെള്ളവും ചേർത്തതിന് ശേഷം മിക്സിയുടെ ജാറിൽ വെച്ച് അടിച്ചെടുക്കുക. ഇപ്പോൾ മയോണീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ആ വാട്ടി വെച്ചിരിക്കുന്ന പച്ചക്കറിയുടെ കൂട്ടിലേക്ക് ഈ മയോണീസ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് എടുത്ത് എല്ലാം കട്ട് ചെയ്തെടുക്കാം. എല്ലാം ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി അടുപ്പത്തൊരു ഫ്രൈ പാൻ വെച്ചതിന് ശേഷം ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ഏതെങ്കിലും ബട്ടർ ആയാലും മതി, അല്ലെങ്കിൽ നെയ്യ് ഏതായാലും കുഴപ്പമില്ല. അതിൽ വെച്ചിട്ട് ഈ രീതിയിൽ ഉള്ളുവശം ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. എല്ലാ ബണ്ണും ഈ രീതിയിൽ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ബണ്ണെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ബണ്ണിലേക്ക് നമ്മുടെ മിക്സ് വെച്ച് കൊടുക്കുക. അതിനാദ്യമായിട്ട് മയോണീസ് തേച്ച് കൊടുക്കുക. അതിന് ശേഷം ഈ മിക്സ് നിറച്ച് കൊടുക്കുക. പച്ചക്കറിയുടെ മിക്സ് മല്ലിയില വെച്ച് കൊടുക്കുക. ടൊമാറ്റോ സോസ് ഇട്ട് കൊടുക്കുക. ക്യാബേജിൻ്റെ ലീഫ്, ചീസ്, ഇത്ര സാധനങ്ങൾ വെച്ച് എല്ലാം ഫില്ല് ചെയ്തെടുക്കുക. ടേസ്റ്റി ആയിട്ടുള്ള ബർഗർ ഇവിടെ റെഡിയായി. പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ചിക്കനൊക്കെ ചേർത്ത് ഇതിലും ടേസ്റ്റായിരിക്കും. ഇതിപ്പോൾ നമ്മൾ ചിക്കനൊന്നും ഇല്ലാത്ത ബർഗറാണ് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ഇടുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ചെയ്തു നോക്കാം. നമ്മുടെ ബർഗർ ഇവിടെ എല്ലാം റെഡിയായി.